ഇന്ന് നമ്മൾ ഗേറ്റ് ആർക്കിടെക്ചറിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, മിൽ ഓണേഴ്സ് അസോസിയേഷൻ ബിൽഡിംഗ് ഇൻ അഹമ്മദാബാദ് ആരാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്? ഏത് ആർക്കിടെക്റ്റാണ്? ചാൾസ് കൊറിയ, ബെർണാഡ് ഖാൻ, ലേ കോർബൂസിയർ, ലൂയി ഖാൻ. ഇവർ 4 പേരിൽ ആരാ ഡിസൈൻ ചെയ്തത് ഈ മിൽ ഓണേഴ്സ് അസോസിയേഷൻ ബിൽഡിംഗ് ഇൻ അഹമ്മദാബാദ്? അപ്പോൾ ചാൾസ് കൊറിയ ആണോ, അല്ലെങ്കിൽ ബെർണാഡ് ഖാൻ, ലേ കോർബൂസിയർ, ലൂയി ഖാൻ? അപ്പോൾ ഇതിൽ കറക്റ്റ് റൈറ്റ് ആൻസർ വരുന്നത് ലേ കോർബൂസിയർ. ഇനി വരുന്ന ബഹായ് ടെമ്പിൾ ഇൻ ഡൽഹി എന്ത് ടൈപ്പ് സ്ട്രക്ചറാണ് എന്നുള്ളതാണ്. ടെൻസൈൽ സ്ട്രക്ചറാണോ, ഷെൽ സ്ട്രക്ചറാണോ, അല്ലെങ്കിൽ ന്യൂമാറ്റിക് സ്ട്രക്ചറാണോ, സ്പേസ് സ്ട്രക്ചറാണോ? അപ്പോൾ ഇതിലെ റൈറ്റ് ഓപ്ഷൻ എന്ന് വരുന്ന ഷെൽ സ്ട്രക്ചറാണ്. ഇനി ലീനിങ് ടവർ ഓഫ് പിസ വാസ് പ്രിവെൻറ്റഡ് ഫ്രം ഫർദർ ലീനിങ് ബൈ. ഇതിന് കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. ലീനിങ് ടവർ ഓഫ് പിസ എങ്ങനെയാണ് അതിൻ്റെ ലീനിങ് പ്രിവെൻറ്റ് ചെയ്തിട്ടുള്ളത്? അപ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻക്ക് പമ്പിങ് സിമെൻറ്റ് കോൺക്രീറ്റ് അതിൻ്റെ ഫൗണ്ടേഷൻക്ക് പമ്പ് ചെയ്തിട്ടാണ് അതിൻ്റെ കൂടുതൽ ലീനിങ് പ്രിവെൻറ്റ് ചെയ്യുന്നത്. ഇനി ഇതിലേത് ടെമ്പിളാണ് ഇൻഡോ ആര്യനും ഡ്രവീഡിയൻ സ്റ്റൈലും ഫീച്ചർ ചെയ്യുന്ന ടെമ്പിൾ എന്നാണ്? 4 ഓപ്ഷൻസിൽ ഇതിലേത് ടെമ്പിളാണ് ഇൻഡോ ആര്യൻ സ്റ്റൈലും ഡ്രവീഡിയൻ സ്റ്റൈലും ഫീച്ചർ ചെയ്യുന്നത്? ഓപ്ഷൻസ് പറയാം. ഹൊയ്സലേശ്വര ടെമ്പിളാണോ, മധുരൈയാണോ? ഹൊയ്സലേശ്വര, മധുരൈ, കൊണാർക്ക്, ദിൽവാര. അപ്പോൾ അതിൽ ഹൊയ്സലേശ്വര ടെമ്പിളാണ് ഇൻഡോ ആര്യനും ഡ്രവീഡിയൻ സ്റ്റൈലും ഫീച്ചർ ചെയ്യുന്ന ടെമ്പിൾ, ഹൊയ്സലേശ്വര. ഇനി പറയുന്ന ഈ 4 ടെമ്പിൾസിൽ ഏതിലാണ് ഉരുശൃംഗ ഇസ് ദ ഡിസൈൻ കോമ്പണൻറ്റ് യൂസ്ഡ് ഇൻ ശിഖര? ഉരുശൃംഗ ഇസ് ദ ഡിസൈൻ കോമ്പണൻറ്റ് യൂസ്ഡ് ഇൻ ശിഖര ഓഫ് വിച്ച് ടെമ്പിൾ? അപ്പോൾ ഓപ്ഷൻസ് ഭുവനേശ്വരി, ഡ്രാവിഡിയൻ, ഖജുറാഹോ, ഡെക്കാൻ. ഇതിലേതാണ് ഉരുശൃംഗ ഒരു ഡിസൈൻ കോമ്പണൻറ്റ്? ശിഖരയുടെ ഒപ്പം ഉരുശൃംഗ ഇസ് ദ ഡിസൈൻ കോമ്പണൻറ്റ് ഏതാണ്? അപ്പോൾ ഖജുറാഹോ. പിന്നെ ഒരു നഗര ആർക്കിടെക്ചർ എന്നുള്ളൊരു സ്റ്റൈലുണ്ട്. നഗര ആർക്കിടെക്ചർ നോർത്ത് സ്റ്റൈലുള്ള നഗര ആർക്കിടെക്ചറിലാണ് ഈ ഉരുശൃംഗ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി പെൻഡൻറ്റീവ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. അപ്പോൾ പെൻഡൻറ്റീവ്സ് കുറേ ആൾക്കാർക്ക് അറിയുണ്ടാവും, പക്ഷെ മറന്നു പോയിട്ടുണ്ടാവും അല്ലേ? ഞാൻ മറന്നുപോയിരുന്നു. പെൻഡൻറ്റീവ്സ് എന്തിനാണ്? ഓപ്ഷൻസ് വലിച്ചു വാരിയിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ സിമ്പിളായി പറയുകയാണെങ്കിൽ ഡോം ഒരു സ്ക്വയർ പ്ലാൻ മേലെ ഫിക്സ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സപ്പോർട്ടീവ് എലമെൻ്റാണ് ഈ പെൻഡൻറ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി ഗോൾ ഗുംബാസ് ബിജാപ്പൂർ ഡോം സപ്പോർട്ടഡ് ബൈ ഡോം ഇൻ്റർസെക്റ്റിംഗ് ആർച്ചസ് വെച്ചിട്ടാണ് ഗോൾ ഗുംബാസ് ബിജാപ്പൂരിലെ ഡോം സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.